ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ബാക്കിൽ പ്ലെയിൻ ആയിട്ട് ലൈനായിട്ട് വന്നിട്ട് ഫ്രണ്ട് ആലിയ കട്ടായിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനു മുമ്പ് ഒരു ആലിയ കട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്ന ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് അതുപോലെയല്ല, ബാക്കിൽ ലൈനായിട്ട് വന്നിട്ടാണ്. നമുക്ക് ആദ്യം അത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഷോൾഡർ അടയാളപ്പെടുത്തി, കൈക്കുഴി അടയാളപ്പെടുത്തി, ബ്രസ്റ്റ് അടയാളപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം ഷേപ്പ് അടയാളപ്പെടുത്തി. അതിനുശേഷം നമുക്ക് ആലിയ കട്ട് ഫ്രണ്ട് പാർട്ടിന് എത്രയാണോ ലെങ്ത് വേണ്ടത് അത് ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് താഴെ നിന്ന് മുകളിലേക്ക് 6 ഇഞ്ച് അടയാളപ്പെടുത്തി അവിടെ നിന്ന് താഴേക്ക് ചരിച്ച് ഇതുപോലെ വരച്ചു കൊടുത്തു. ഇത്രയും വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇപ്പോഴും കട്ട് ചെയ്യത്തില്ല. അതിനുശേഷം നമ്മൾ നെക്കും ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തു. ഫുള്ളെല്ലാം അടയാളപ്പെടുത്തിയതിന് ശേഷം മാത്രമേ നമ്മളിത് കട്ട് ചെയ്ത് മാറ്റത്തുള്ളൂ. 2.5 മീറ്റർ മെറ്റീരിയലാണ്, അപ്പോൾ കട്ട് ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിച്ച് വേണം. ആദ്യം നമുക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ താഴെ നിന്ന് മുകളിലേക്കുള്ള പീസ് സ്കർട്ട് പാർട്ട് നമുക്കിതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം. അതും ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുത്ത് ഫ്രണ്ട് പാർട്ടിൻ്റെ താഴത്തെ പാർട്സ് ലെങ്തിൻ്റെ അടയാളപ്പെടുത്തി കൊടുത്ത് അതും ഇതുപോലെ താഴേക്ക് നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് 6 ഇഞ്ച് സൈഡിൽ വരച്ചു കൊടുത്തിട്ട് ഇതുപോലെ ചരിച്ച് വരച്ചു കൊടുക്കുക. ആലിയ കട്ടിന് ഇത് മുമ്പ് ഞാൻ കട്ട് ചെയ്യുന്ന രീതി കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന്. അതിനുശേഷം നമ്മൾ സ്ലീവ് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. സ്ലീവ് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം ഇതുപോലെ സ്ലീവിൻ്റെ അളവുകളും എല്ലാം നമ്മളിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. അതിനുശേഷമാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത്. ആദ്യം നമുക്ക് സ്ലീവ് കട്ട് ചെയ്ത് മാറ്റാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഞാൻ ആദ്യം സ്ലീവാണ് കട്ട് ചെയ്ത് മാറ്റിയത്. അതിനുശേഷം നമുക്ക് ഫ്രണ്ട് പാർട്ട് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. ഇതിൽ നിന്നും ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും സെപ്പറേറ്റ് ആക്കി എടുക്കണം. അതിനുശേഷമാണ് നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇതുപോലെ ഫ്രണ്ട് പാർട്ട് നമ്മൾ സെപ്പറേറ്റ് ആക്കി മാറ്റിയെടുത്തതിന് ശേഷം നമുക്കിനി ഇത് കട്ട് ചെയ്ത് മാറ്റാം. ആദ്യം ഫ്രണ്ട് പാർട്ട് മാത്രം ഇതുപോലെ എടുത്ത് വയ്ക്കുക. അതിനുശേഷം നമ്മൾ അടയാളപ്പെടുത്തിയ ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ ആദ്യം യോക്ക് പാർട്ട് ഇതുപോലെ നമ്മൾ ചരിച്ച് വരച്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് നമുക്കിവിടെ കട്ട് ചെയ്ത് മാറ്റാം. ഇതിൽ ഞാൻ സ്പീഡിലാണ് കാണിക്കുന്നത്, അതുകൊണ്ട് ആലിയ കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണില്ല എങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇതിനു മുമ്പ് കട്ട് ചെയ്ത വീഡിയോ ഉണ്ട്. ആലിയ കട്ട് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഫ്രണ്ട് പാർട്ടിൻ്റെ താഴ്ഭാഗവും നമ്മളിതുപോലെ ചരിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിനി ബാക്ക് പാർട്ട് കട്ട് ചെയ്ത് മാറ്റാം. ബാക്ക് പാർട്ട് ഇതുപോലെ എടുത്തിട്ടതിന് ശേഷം നമുക്ക് അതിൻ്റെ അളവുകളെല്ലാം അടയാളപ്പെടുത്തി കൊടുക്കാം. ഇതുപോലെ അളവുകളെല്ലാം അടയാളപ്പെടുത്തി കൊടുക്കാം. ആദ്യം നെക്ക് അടയാളപ്പെടുത്തി കൊടുക്കുക. നെക്കിൻ്റെ വിട്ടും ലെങ്തും അടയാളപ്പെടുത്തി ഇതുപോലെ ചരിച്ച് വരച്ചു. അതിനുശേഷം ഷോൾഡർ അടയാളപ്പെടുത്തി, കൈക്കുഴി ഇതുപോലെ അടയാളപ്പെടുത്തി, അതിനുശേഷം ബ്രസ്റ്റ് അളവ് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തു. ഷേപ്പും ഇതുപോലെ എത്രയാണോ വരേണ്ടത് അതും നമ്മളിവിടെ അടയാളപ്പെടുത്തി കൊടുത്തു. ഇതെല്ലാം നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം ഷേപ്പിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഇതുപോലെ വളച്ച് വരച്ചു കൊടുക്കാം. താഴ്ഭാഗവും നമുക്കിതുപോലെ ലെവൽ ചെയ്തെടുക്കാം. അതിനുശേഷം ഇതെല്ലാം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇത് ഫുള്ള് ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റിയാണ്. 2.5 മീറ്റർ ക്ലോത്തിൽ നമ്മൾ എങ്ങനെയാണ് ആലിയ കട്ട് 3/4 സ്ലീവായിട്ട് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാനിവിടെ കാണിച്ചു തന്നത്. നമ്മൾ ബാക്ക് പാർട്ട് ലൈനായിട്ടാണ് എടുക്കുന്നത്. ഫ്രണ്ട് പാർട്ട് മാത്രമാണ് ആലിയ കട്ടായിട്ട് എടുത്തിരിക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പിട്ട വീഡിയോയിൽ ബാക്കിൽ സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. ബാക്ക് യോക്ക് പാർട്ടും സ്കർട്ട് പാർട്ടും സെപ്പറേറ്റ് കട്ട് ചെയ്താണ് എടുക്കുന്നത്. ഇതിൽ നമ്മൾ അങ്ങനെയല്ല. പിന്നെ അതിനുശേഷം നമുക്ക് താഴ്ഭാഗം ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ മെറ്റീരിയലും ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കൂടി ഇതുപോലെ ലെവലായിട്ട് ഇട്ടതിന് ശേഷം നമുക്ക് താഴ്ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഇതിനുള്ള ലൈനിങ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് സ്ലീവിൻ്റെ ലൈനിങ് കട്ട് ചെയ്ത് എടുക്കാം. സ്ലീവ് ഇതുപോലെ വെച്ച് കൊടുത്ത് നമുക്ക് സ്ലീവിൻ്റെ ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ ലൈനിങ് നമ്മൾ രണ്ടും ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ഒരുപോലെ തന്നെയാണ് കട്ട് ചെയ്യുന്നത്. ബാക്ക് പാർട്ട് കട്ട് ചെയ്ത പോലെ തന്നെയാണ് ഫ്രണ്ട് പാർട്ടിൻ്റെ ലൈനിങ്ങും നമ്മൾ കട്ട് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ലൈനിങ്ങിൻ്റെ മെറ്റീരിയൽ ഇതുപോലെ 4ആയിട്ട് മടക്കി ഇടുക. 4ആയിട്ട് മടക്കി ഇട്ടതിന് ശേഷം നമുക്ക് ബാക്ക് പാർട്ട് ഇട്ടാണ് നമ്മൾ ലൈനിങ് കട്ട് ചെയ്യുന്നത്. ലൈനിങ്ങിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ബാക്ക് പാർട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് കറക്റ്റ് ലെവലിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ കറക്റ്റ് ലെവലിൽ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫുള്ള് കട്ട് ചെയ്ത് മാറ്റാം.
ഫുള്ളും കട്ട് ചെയ്ത് ലൈനിങ്ങിൻ്റെ താഴ്ഭാഗം നമുക്ക് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് ഞാൻ മാറ്റിയിട്ടുണ്ട്. നമുക്കിനി സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഫ്രണ്ട് പാർട്ട് ഇതുപോലെ എടുത്ത് വെച്ച് നമുക്ക് ഞൊറുവിട്ടെടുക്കാം. ഫ്രണ്ട് പാർട്ട് യോക്ക് പാർട്ടിൽ സ്കർട്ട് പാർട്ട് എടുത്ത് വെച്ചിട്ട് നമുക്ക് ഞൊറുവിട്ടെടുക്കാം. നമ്മളിതുപോലെയാണ് നമുക്ക് ഫുള്ള് ഞൊറുവിട്ടെടുക്കേണ്ടത്. ഞാൻ ഞൊറുവിട്ടെടുക്കാം. ഇതുപോലെ താഴ്ഭാഗം ഇതുപോലെ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് യോക്ക് പാർട്ട് ഇതുപോലെ എടുത്ത് വയ്ക്കുക. ഇതുപോലെ വെച്ച് നമുക്ക് ഞൊറുവിട്ടെടുക്കാം. താഴ്ഭാഗത്തെ മെറ്റീരിയലിൽ നമ്മളിതുപോലെ ഫുള്ള് ഞൊറുവിട്ടെടുക്കുന്നുണ്ട്. സെൻറ്റർ ഭാഗം കറക്റ്റിന് യോക്ക് പാർട്ടിൻ്റെ സെൻറ്ററും താഴ്ഭാഗത്തിൻ്റെ സെൻറ്ററും ഒരുപോലെ വരാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇതുപോലെ വെച്ച് നമ്മൾ ഫുള്ള് ഞൊറുവിട്ടെടുത്തിട്ടുണ്ട്. ഇനി ആ ഫ്രണ്ട് പാർട്ടിൽ ഞാനൊരു ലേസ് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു വൈറ്റ് ലേസാണ് ഇത്. വൺ സൈഡ് പ്രഷർ ഫൂട്ട് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. വി നെക്കാണ്. വി നെക്ക് നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് വരിക. എന്നിട്ട് താഴെ കൊണ്ടുവന്ന് നിർത്തിയതിന് ശേഷം നമ്മൾ മുകളിലേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ സ്റ്റിച്ചിങ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമുക്ക് നെക്ക് താഴേക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് മുകളിലേക്കും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് വരാം. അതിന് ശേഷം നമുക്ക് ആ ലൈനിങ് കട്ട് ചെയ്ത് മാറ്റാം. ഞാനിവിടെ ടോപ്പിൻ്റെ ഫുൾ വീഡിയോ ഇടുന്നില്ല. നെക്കും ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും സ്റ്റിച്ച് ചെയ്യുന്നത് മാത്രമേ ഇവിടെ ഞാൻ ഇടുന്നുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ എല്ലാം വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. നെക്കിന് കൊത്തിട്ട് കൊടുത്തതിന് ശേഷം അടിച്ചു മറിച്ചെടുത്ത് ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കൊണ്ടാണ് ഞാൻ ഫുൾ സ്റ്റിച്ചിങ് ഇടാത്തത്. ഇത് ഫ്രണ്ട് പാർട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം ബാക്ക് പാർട്ടും സ്റ്റിച്ച് ചെയ്ത് അതിൽ ഷോൾഡർ യോജിപ്പിക്കുന്നത് വരെയാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇതിന് ശേഷം ഫ്രണ്ട് പാർട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കിനി ബാക്ക് പാർട്ടും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നെക്ക് ഇതുപോലെ ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നെക്ക് ഇതുപോലെ ഫുൾ അടിച്ചതിന് ശേഷം നമുക്കതിലെ ലൈനിങ് കട്ട് ചെയ്ത് മാറ്റി കൊത്തിട്ട് ശേഷം നമുക്ക് ലൈനിങ് മാത്രമാണ് നമ്മൾ ബാക്ക് പാർട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതുപോലെ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ലൈനിങ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ലൈനിങ്ങിൻ്റെ ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്കവിടെ കുത്തിട്ട് കൊടുക്കാം. അതിനുശേഷം ബാക്ക് നെക്കിൻ്റെ ലൈനിങ്ങിൽ മാത്രമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനുശേഷം ബാക്ക് പാർട്ടിൻ്റെ ഷോൾഡറും ഫ്രണ്ട് പാർട്ടിൻ്റെ ഷോൾഡറും തമ്മിൽ കൂട്ടിയടിക്കുകയാണ് ചെയ്യുന്നത്. അത് ഞാൻ ഇതിനു മുമ്പ് പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് ഷോൾഡർ അടിക്കുന്നത്. ഷോൾഡർ കൂട്ടിയടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബാക്ക് പാർട്ട് എടുത്ത് വെച്ചിട്ട് ബാക്ക് പാർട്ടിൻ്റെ ഉള്ളിൽ സെൻറ്റർ ഭാഗത്തായിട്ട് ഫ്രണ്ട് പാർട്ടും വെച്ച് അതിൻ്റെ മുകളിലേക്ക് പിന്നെ ബാക്ക് പാർട്ടിൻ്റെ ലൈനിങ്ങും വരാൻ പാകത്തിനാണ് നമ്മൾ വയ്ക്കുന്നത്. ഇതുപോലെ ബാക്ക് പാർട്ടിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഫ്രണ്ട് പാർട്ട് ഇതുപോലെ എടുത്ത് വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ബാക്ക് പാർട്ടിൻ്റെ ലൈനിങ് ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കൊണ്ട് ഞാൻ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുന്നിടം വരെ ഇടുന്നുള്ളൂ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.